അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിന്റെ നബ്റഖു മഅൽ ഖവാഇദി എന്ന പഠന സംവിധാനത്തെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം നൽകുവാനാണ് ഈ വീഡിയോ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നബ്റഖു മഅൽ ഖവാഇദി എന്ന തലവാചകം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഗ്ലാമർ വിത്ത് ഗ്രാമർ അഥവാ അറബി ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വായനയിൽ നമുക്ക് തിളങ്ങാം എന്ന ഉദ്ദേശാർത്ഥമാണ് അതുകൊണ്ട് ഉള്ളത്. ഈ ഒരു കോഴ്സിൽ നാം പഠനത്തിന് വേണ്ടി അവലംബിക്കുന്ന ഗ്രന്ഥം അൻ-നഹ്വുൽ വാദിഹ് ഫി ഖവാഇദിൽ ലുഗ അൽ അറബിയ്യ എന്ന അലി അൽ ജാരിമിന്റെയും മുസ്തഫ അമീനിന്റെയും പ്രശസ്തമായ ഗ്രന്ഥമാണ്. സാധാരണയായി അറബി കോളേജുകളിലും മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ അറബി ഭാഷാ വ്യാകരണ നിയമങ്ങൾ പഠിക്കുവാനായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടാറുള്ളൊരു ഗ്രന്ഥം കൂടിയാണ് ഈ അൻ-നഹ്വുൽ വാദിഹ് എന്ന ഗ്രന്ഥം. ഗ്രന്ഥത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 സുപ്രധാന മുജല്ലദുകളാണ് ഈ കിതാബിനുള്ളത്, വോള്യങ്ങളാണുള്ളത്. അതിൽ തന്നെ 6 ജുസുകൾ, 6 ബ്ലോക്കുകൾ ഉള്ളതായി നമുക്ക് കാണാം. അതിൽ ധാരാളം ചാപ്റ്ററുകൾ, ധാരാളം ബാബുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കുറച്ചധികം വിശദമായി കൊണ്ട് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഈ കിതാബിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി കിതാബിന്റെ ശൈലി നോക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററുകൾക്കും അതിൻ്റെതായ തലവാചകം നൽകി ശേഷം അതുമായി ബന്ധപ്പെട്ട അംസിലകൾ, ഉദാഹരണങ്ങൾ പറയുകയും പിന്നീട് അതിന്റെ ബഹ്സ്, ഇത് എങ്ങനെ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചെറിയ വിശദീകരണം നൽകുകയും അതിനുശേഷം അതിൽ വരുന്ന പൊതു നിയമങ്ങൾ മാത്രം പറയുകയുമാണ് ചെയ്യുന്നത്. അതിന്റെ അവസാനത്തിൽ തദ്രീബാത്തുകൾ നൽകിയിട്ടുണ്ടാകും. അഥവാ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ടതായ കുറച്ച് വർക്കുകൾ, എക്സസൈസുകൾ അതിന്റെ അവസാനത്തിൽ നൽകുന്നതുമായിരിക്കും. അതാണ് ഈ കിതാബിന്റെ രീതി. ഇനി അപ്രകാരം നമ്മുടെ ക്ലാസ്സുകൾ നോക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ്സുകളിലും 1-2 ചാപ്റ്ററുകൾ മാത്രമായിരിക്കും നമ്മൾ പഠന വിധേയമാക്കുന്നത്. അത് തന്നെ അതിന്റെ നിയമങ്ങൾ പഠിച്ച് ഉദാഹരണങ്ങൾ മനസ്സിലാക്കി ശേഷം പഠന പ്രവർത്തനങ്ങൾ സ്വന്തമായി ചെയ്യുകയും പിന്നീട് ലൈവ് സെഷനുകളിൽ ആ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയായിരിക്കും നാം സ്വീകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അറബി ഭാഷയുടെ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് ഏറെ അനിവാര്യമാണ്. അപ്പൊ ആ രീതിയിൽ ഖുർആൻ പഠിക്കാനും അറബി ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംരംഭം അതവർക്കൊരു മുതൽക്കൂട്ടായിരിക്കും. എന്നാൽ അൻ-നഹ്വുൽ വാദിഹ് എന്ന ഈ ഗ്രന്ഥം പൂർണ്ണമായും പഠിച്ചാൽ, ഈ ഒരു കോഴ്സ് മുഴുവൻ അറ്റൻഡ് ചെയ്താൽ അറബി ഭാഷ സ്ഫുടമായി സംസാരിക്കാൻ കഴിയും എന്നൊരു വാഗ്ദാനം ഒരിക്കലും തന്നെ റഹീഖുൽ ഖുർആൻ നൽകുന്നില്ല. മറിച്ച് അത് ക്ലാസ്സുകൾ കൃത്യമായി വിലയിരുത്തി കൊണ്ടുപോകുന്ന ഒരാൾക്കൊരു പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ പ്രാക്ടീസ് ചെയ്യാതെ കേവല പഠനം കൊണ്ട് മാത്രം സ്ഫുടമായി സംസാരിക്കാൻ കഴിഞ്ഞുകൊള്ളും എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ അറബി ഭാഷയിൽ നന്നായി സ്ഫുടമായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഭാഷാ നിയമങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള അവസരമായി കാണുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കിതാബുകൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും അറബി ഭാഷയിൽ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാനും ഖുർആൻ തിരിച്ചറിയുവാനും ഒക്കെ ഇതുകൊണ്ട് കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ആ രീതിയിൽ തന്നെ ഇതിനെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ സഫലമാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.